ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, ഇവിടെ നരകമാക്കിയിട്ട് എന്ന് പറയുമ്പോൾ സ്വർഗം വളരെ സീരിയസ് ആയിട്ട് വിശ്വാസികളായ കുറേ ആൾക്കാർ കൊണ്ടു നടക്കുന്ന സംഗതിയാണല്ലോ. അതിനെ നിങ്ങൾ വളരെ സില്ലിയാക്കുകയാണ്. ഏതോ ഒരു സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് വിശ്വാസികൾക്ക് ഒരുതരം അധിക്ഷേപമോ ഇൻസൾട്ടോ ഫീൽ ചെയ്യാൻ കഴിയുന്ന ചില സംഗതികൾ തന്നെ ഉണ്ട്. അതാണ് നേരത്തെ ഒരു ബാഡ് ടേസ്റ്റുള്ള മോശം സ്വരമുള്ള ഒരു പ്രസ്താവനയാണ്. അതൊരു രാഷ്ട്രീയ നേതാവ് സാധാരണ നിലയ്ക്ക് ഒരു സെക്കുലർ സ്പേസിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. എനിക്ക് തോന്നുന്നത് ഈ സരിൻ അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ പറയുന്ന ഒരു പരിപാടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. ഇത് നോക്കൂ, സരിൻ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ മുസ്ലിം ലീഗ് ഇപ്പോൾ ഒറ്റയ്ക്കല്ല, അവരുടെ കൂടെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളെ കൂടി അവർ കൂട്ടുപിടിച്ചിരിക്കുന്നു. ഒന്ന് ജമാഅത്തെ ഇസ്ലാമി, ഒന്ന് SDP. അത് ഇവിടെ കാര്യമായിട്ട് CPM പ്രൊപ്പഗേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, സരിനും CPM-മാരും മനസ്സിലാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും കൂട്ടുപിടിച്ചാൽ മാത്രം നിലനിന്ന് പോകാൻ കഴിയുന്ന ഒരു ദുർബല സംഘമാണോ മുസ്ലിം ലീഗ്? മുസ്ലിം ലീഗ് കേരളത്തിലൊരു പ്രധാനപ്പെട്ട പാർട്ടിയാണ്. പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും ബൈ ഓൾ മീൻസ് പ്രധാനപ്പെട്ട കക്ഷിയാണ്. ഇനി ഏറ്റവും സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കുന്ന, ഏറ്റവും കരുത്തുള്ള സംഘടനാ സംവിധാനമുള്ള, ഏറ്റവും കൃത്യമായ വോട്ട് ബാങ്കുള്ള സുശക്തമായ പാർട്ടിയാണ്. യൂത്ത് കോൺഗ്രസിനേക്കാളും വലുതാണ് കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സുശക്തമായ സംവിധാനമാണ് അവരുടെ യൂത്ത് ലീഗ് എന്ന സംവിധാനം. അവരുടെ പാർട്ടിയുടെ കേഡർ സംവിധാനം, അതിനകത്തെ അച്ചടക്കം, ഈ കാര്യങ്ങളിലൊക്കെ എടുത്താൽ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന അവരുടെ സീറ്റ് നില, ഇതൊക്കെ നോക്കിയാൽ മുസ്ലിം ലീഗ് കേരളത്തിലെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രധാനപ്പെട്ട പാർട്ടികളുള്ളതായ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് നിലനിന്ന് പോകാൻ ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു മതസംഘടന, SDP എന്ന് പറയുന്ന തുലോം തുച്ഛം കരുത്തു മാത്രമുള്ള ഒരു പാർട്ടിയുടെ പിൻബലത്തിൽ അതിൻ്റെ തോളിൽ കൈയിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? അപ്പോൾ ആ പറച്ചിലിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, അതിനെ ചാപ്പയടിക്കാൻ വേണ്ടി തന്നെയാണ്. ചാപ്പയടിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അത് എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ് റൺ ചെയ്യുന്നത്, SDP ആണ് അതിനെ കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ SDP-യുടെ ചിറകിലേറിയ ലീഗിന് സഞ്ചരിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞതിൻ്റെ യുക്തി എന്നാണ്. അപ്പോൾ ആ യുക്തി എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലീഗിനെ പരമാവധി മുസ്ലിം കളറിലേക്ക് മാക്സിമം കൊണ്ടുവരിക എന്ന ആസൂത്രിതമായ പദ്ധതി. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ അത് പറയാൻ സരിന് തോന്നുന്നത് എന്ന് കാണുക. തിരുവേഗപ്പുറ എന്നൊരു പഞ്ചായത്തിലെ പരിപാടിയിലാണ് സംസാരിക്കുന്നത്. അത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വളാഞ്ചേരി കഴിഞ്ഞ് അങ്ങോട്ട് അടുത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന പഞ്ചായത്താണ് തിരുവേഗപ്പുറ, പാലക്കാട് ജില്ലയാണ്. അത് പാലക്കാട് ജില്ലയുടെ ഓരത്തിലേക്കും ഇത് കടന്നു വന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറയാണ്. അദ്ദേഹത്തിനൊരു ഞെട്ടൽ. ഏത് വളാഞ്ചേരി മലപ്പുറമാണല്ലോ, മലപ്പുറം കഴിഞ്ഞ് തിരുവേഗപ്പുറയിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിനൊരു ഞെട്ടൽ. അതെന്താ, മുസ്ലിം ലീഗിന് തിരുവേഗപ്പുറയിൽ വന്നുകൂടെ? UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ചില ആശയപ്രചാരണമൊക്കെ ഇങ്ങോട്ടേക്ക് വന്നതിന് പാലക്കാട് ഞങ്ങളുടെ ഒരു ഏരിയ എന്ന മട്ടിലാണ്. ആ സംസാരത്തിലുകൊണ്ട് കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്ന കാര്യം. രണ്ടാമത്തേത്, അദ്ദേഹം കാണുന്ന ഈ പറഞ്ഞ പോലെ ഏതോ സ്വർഗം എന്ന് പറയുന്നതും അദ്ദേഹം നിലനിൽക്കുന്ന സമൂഹത്തിനകത്ത് പ്രസരിക്കുന്ന ഒരു പ്രത്യേകതരം ആശയം അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്ന് സാധാരണ നിലയ്ക്ക് സംശയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട്. മൂന്നാമത്താണ് എനിക്ക് കോർ സംഗതി തോന്നുന്നത്, RSSും മുസ്ലിം ലീഗും ഒരുപോലെ ആയിരിക്കുന്നു എന്ന സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? RSS എന്ന് പറഞ്ഞ സംഘടന എന്താണ്? 100 വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സംഘടന. ആ സംഘടന എന്തൊക്കെ ചെയ്യുന്നുവെന്ന്, ഏതൊക്കെ തരത്തിലുള്ള അട്രോസിറ്റീസ് ചെയ്യുന്നുവെന്ന്, എന്തൊക്കെ അതിക്രിയകളുടെ ഭാഗമായിരുന്നെന്ന് ഗാന്ധി മതം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയാം. 100 വർഷം പൂർത്തിയായിരിക്കുന്ന സംഘടന. ആ സംഘടനയെയും മുസ്ലിം ലീഗിനെയും നിങ്ങൾ എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുക എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടല്ലോ. എന്താണ് വർഗീയതയാണ് ആ പോയിന്റിലെ പ്രധാന പ്രശ്നം. ഞാൻ വീണ്ടും ചോദിക്കുന്നത്, എവിടെയാണ് മുസ്ലിം ലീഗ് വർഗീയത പറയുന്നത്? മുസ്ലിം ലീഗർ വർഗീയത എന്ന് വെച്ചാൽ എന്താണ്? JP വർഗീയത എന്ന് പറഞ്ഞാൽ ആ മതം കൊള്ളാത്ത മതമാണ്, ആ മതം രാജ്യത്തിനെതിരാണ്, ആ മതം നമുക്കെതിരാണ്, അവരെ നമ്മൾ ഓടിക്കണം, കൊല്ലണം, അവരെ നമ്മൾ റേപ്പ് ചെയ്യണം, എന്തും ചെയ്യണം എന്ന് പറയുന്ന പരമത വിദ്വേഷവും അതിൻ്റെ പ്രൊപ്പഗേഷനുമാണ് വർഗീയത. അതിൽ നിങ്ങൾക്ക് എത്ര മുസ്ലിം ലീഗരെ കാണാൻ പറ്റും? ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഒരു പരമത വിദ്വേഷം പറഞ്ഞതിൻ്റെ, ഹിന്ദുക്കൾ മോശമാണ്, ക്രിസ്ത്യാനികൾ മോശമാണ് എന്ന് പറഞ്ഞതിൻ്റെ, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു കേഡർ പറഞ്ഞതിൻ്റെ വിവരങ്ങൾ കൊണ്ടുവച്ചിട്ട് വേണ്ടത് ഒരു വർഗീയ പാർട്ടിയാണെന്ന് പറയാൻ. അപ്പോൾ RSS എന്ന് പറയുന്ന സംഘം എന്ന് പറയുന്ന ഇന്ത്യക്ക് എന്തുമാത്രം ഹാംഫുൾ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ആണെന്ന്, അതെങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുവെന്ന്, അതിൻ്റെ ഭരണാധികാര രൂപം എന്തൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള നിയമങ്ങൾ ഇവിടെ ഇന്ത്യ ഉണ്ടാക്കുന്നു. ഇവിടെ എന്താണ് പൗരത്വ നിയമം പോലുള്ള മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനത്തിലൂടെ മനുഷ്യനെ പുറത്താക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്ന, പലതരത്തിൽ വിവേചന സ്വഭാവത്തിൽ ഇടപെടുന്ന ഒരു ഭരണകൂട രൂപമാണ് RSS. ചില്ലറ സംഘടനയല്ല, കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിനെ പോലെയല്ല. അപ്പോൾ മുസ്ലിം ലീഗിനെയും RSSനെയും ചേർത്ത് വയ്ക്കുക എന്ന് പറയുന്നതിൽ തന്നെയുണ്ട് സാങ്കത്യ പ്രശ്നം, യുക്തിയുടെ പ്രശ്നം. അപ്പോൾ എന്ന് വെച്ചാൽ വളരെ കൃത്യമാണത്. അത് മുസ്ലിം ലീഗിനെ UDFനകത്തെ ഒരു പ്രധാന കക്ഷിയാക്കി ഉയർത്തി നിർത്തി അതിനൊരു മുസ്ലിം കളർ കൊടുത്ത് UDF എന്ന് പറയുന്ന സംവിധാനം തന്നെ ഒരു മുസ്ലിം മുന്നണിയാണ് എന്നൊക്കെ വരുത്തിർത്തി എന്തുണ്ടാക്കാനാണ്? എന്താണോ ഇപ്പുറത്തെ കൺസോൾട്ടേഷൻ ശ്രമം നാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. വർഗീയതയ്ക്കെതിരായിട്ട് ഭയങ്കരമായ ആത്മരോഷമുള്ള ആളാണെങ്കിൽ ആദ്യം നന്നായി ഉച്ചത്തിൽ സംസാരിക്കേണ്ടത് ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടാണ്. അദ്ദേഹം മലപ്പുറത്തിനും മുസ്ലിങ്ങൾക്കും മുസ്ലിം ലീഗിനെ ചാരി ഒരു സമുദായത്തിനും നേരെ നടത്തുന്ന ആക്രമണങ്ങൾ കേരളം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ വെള്ളാപ്പള്ളി നടേശനോട് നിങ്ങൾ ഈ പറയുന്നത് മോശമാണ് എന്ന് പറയാൻ കഴിയാത്ത സരിൻ
മുസ്ലിം ലീഗ് ഭയങ്കരമായ വർഗീയത പറയുകയാണ് എന്ന നുണ പറയുന്നതിന് പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള എന്താണ് ഒരു ഡിവിസീവായിട്ടുള്ള ആശയത്തിൻ്റെ ഒരു പ്രചാരകരുടെ ഭാഗമാണത്. അതാണ് അദ്ദേഹം പറയുന്നത്. സാധാരണ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സരിനി പറയുന്നതിലെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ ശേഷിയുള്ള മനുഷ്യർ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആ നിലയ്ക്ക് അതിൻ്റെ കച്ചവടം നടക്കുമെന്നുള്ള വേറെ കാര്യം. പക്ഷേ ഇത് ഒരു 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 പുതിയ നേതാവ്, അദ്ദേഹം വിജ്ഞാന കേരളത്തിൻ്റെ സ്ട്രാറ്റജിക് അഡ്വൈസറാണ്. വിജ്ഞാന കേരളത്തിൻ്റെ സ്ട്രാറ്റജിക് അഡ്വൈസർ. അദ്ദേഹം RSSൻ്റെ കുഴിയിൽ വീണ് കിടന്ന് വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോൾ നല്ല നമസ്കാരം.